ഉയർത്തെണീറ്റ പ്രതിപക്ഷത്തെയും ശക്തനായ അമരക്കാരനെയുമാണ് ഇന്ന് ലോക്സഭ കണ്ടത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മോദി സർക്കാരിന്റെ വീഴ്ചകൾ പ്രതിപക്ഷം എണ്ണിപ്പറഞ്ഞതോടെ പ്രതിരോധിക്കാൻ ഭരണപക്ഷം പ്രയാസപ്പെട്ടു. രാഹുൽ ഗാന്ധിയുടെ രൂക്ഷ പരിഹാസത്തിന് മുന്നിലാണ് ആയുധങ്ങളില്ലാതെ സർക്കാർ വീണുപോയത്. കഴിഞ്ഞ പതിറ്റാണ്ടിൽ ഇങ്ങനെയൊരു പ്രതിപക്ഷ ആക്രമണം പാർലമെന്റിൽ നരേന്ദ്രമോദി നേരിട്ടിട്ടില്ല. മുതിർന്ന നേതാക്കൾക്ക് പകരം നിഷികാന്ത് ദുബെയെ പോലുള്ള നേതാക്കളെയാണ് സാധാരണ രാഹുൽ ഗാന്ധിയെ നേരിടാൻ BJP നിയോഗിച്ചിരുന്നത്. ഇന്നത്തെ പ്രസംഗം തടസ്സപ്പെടുത്താൻ പ്രധാനമന്ത്രിയും അമിത്ഷായും അടക്കം 8 കേന്ദ്രമന്ത്രിമാരാണ് രംഗത്തിറങ്ങിയത്. അംഗങ്ങൾ കുറവായതിനാൽ ഭരണപക്ഷത്ത് ലഭിക്കുന്ന സമയം വളരെ കൂടുതലും പ്രതിപക്ഷത്ത് കുറവുമായിരുന്നു ഇതുവരെ. ഇത്തവണ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. സാമർഥ്യമുള്ള നേതാക്കളാണ് പ്രതിപക്ഷത്ത് അണിനിരക്കുന്നത്. രാജ്നാഥ് സിംഗ് അഭിവാദ്യം ചെയ്തപ്പോൾ മോദി നമസ്തേ പോലും പറഞ്ഞില്ല എന്ന് രാഹുൽ പരിഹസിച്ചു. കൂടുതലും മോദിക്ക് അടിതെറ്റിയത് ഇത്തരം പരിഹാസങ്ങളിലായിരുന്നു. आज सुबह में आया, राजनाथ सिंह जी ने मुस्कुरा के मुझे नमस्ते की और मोदी जी बैठे हैं, मुस्कुराहट नहीं, सीरियस, नमस्ते भी नहीं करते, कहीं मोदी जी ना देख लें, प्रॉब्लम हो जाएगी। लोकतंत्र ने और संविधान ने मुझे सिखाया है कि मुझे विपक्ष के नेता को गंभीरता से लेना चाहिए. സഭയുടെ മൊത്തം അംഗബലത്തിന്റെ 10-1 അംഗങ്ങൾ പോലും ഇല്ലാത്തതിനാൽ ഔദ്യോഗിക പ്രതിപക്ഷ നേതൃസ്ഥാനം 10 വർഷമായി കോൺഗ്രസിനുണ്ടായിരുന്നില്ല. സ്പീക്കർ സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പിൽ നിന്നും അവസാന നിമിഷം പ്രതിപക്ഷം പിന്മാറിയത് തൃണമൂൽ കോൺഗ്രസിന്റെ സമ്മർദ്ദം മൂലമായിരുന്നു എന്ന് അടക്കം പറച്ചിൽ ഡൽഹിയിലുണ്ടായിരുന്നു. എന്നാൽ ഇത്തരം ഊഹാപോഹങ്ങളെല്ലാം ആവിയായി. മോദിയുടെ ശക്തനായ എതിരാളിയായി രാജ്യത്തിന് രാഹുൽ ഗാന്ധിയെ അനുഭവപ്പെട്ട ദിവസം കൂടിയായിരുന്നു ഇന്ന്. എല്ലാ പ്രസംഗങ്ങളുടെയും ഒടുവിൽ മോദി വിളികളിലാണ് സഭ സാധാരണ മുഖരിതമാകുന്നത്. എന്നാൽ ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ പേരാണ് മുഴങ്ങിക്കെട്ടത്. ഡി ധനസുമോത്, മീഡിയ 1, ഡൽഹി.